ഖത്തറിൽ ഇറാനും ആയി ഒരു സമാധാന ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അമേരിക്ക പണി പറ്റിച്ചിരിക്കുന്നു. അമേരിക്ക ഒരു സ്വയം പ്രതിരോധ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഹോർമുസ് കടലിടുക്കിന്റെ ലാറക് ദ്വീപിനടുത്ത് ഇറാനിയൻ ബോട്ടുകളാണ് ആദ്യം അമേരിക്ക ആക്രമിച്ചത്. ഇതിൽ 4 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നു. അവരുടെ പ്രാദേശിക വാർത്താ ഏജൻസിയായ ഇറാന്റെ പ്രാദേശിക വാർത്താ ഏജൻസിയായ ഫാർസയാണ് 4 പേർ കൊല്ലപ്പെട്ട വിവരം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബന്ദർ അബ്ബാസിനടുത്തുള്ള ചില കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണവും നടത്തിയിട്ടുണ്ട്. അവിടെ ഈ മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. തങ്ങളുടെ സ്വയം പ്രതിരോധത്തിന്, അതായത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബോട്ടുകൾ, അതായത് മൈൻ പാകുകയായിരുന്നു ഹോർമുസ് അടക്കം ഈ ബോട്ടുകൾ. അതുകൊണ്ടാണ് ഈ ബോട്ടുകളെ തങ്ങൾ ആക്രമിക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ മിസൈലുകൾ സജ്ജമാകുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അവിടെ ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ യുദ്ധത്തിന്റെ സമാധാനത്തിലേക്കുള്ള ഒരു പാത അത്ര സുഖകരമല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനിടയിൽ ദോഹ, അതായത് ഖത്തർ $12 ബില്യൺ ഇറാന് കൊടുക്കാം, അമേരിക്കയുമായി ഒരു കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് $12 ബില്യൺ നൽകാമെന്ന് പറഞ്ഞതായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഖത്തർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ട്രംപ് ഇറാന് അനുകൂലമായ രീതിയിൽ ചില കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കി എന്ന് ഡെമോക്രാറ്റുകൾ ഇപ്പോൾ അമേരിക്കയിലും ആരോപിക്കുന്നു. അതായത് ഒരു തരത്തിൽ പറഞ്ഞാലും ഈ ഒരു സമാധാന ചർച്ചകൾ എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക്, ഏതായാലും പഴയതുപോലെ ശക്തമായ ഒരു യുദ്ധം ഉണ്ടാകില്ല എന്നാണ് ഏവരും പറയുന്നത്. കാരണം തിരിച്ചടി എന്തായാലും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പക്ഷെ അത് രൂക്ഷമായ ഒരു തിരിച്ചടി ആയിരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിസൈലുകൾ വിട്ട് കൊണ്ട്, ഇല്ലെങ്കിൽ ഡ്രോണുകൾ പായിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു സംഘർഷ മേഖലയാക്കി പശ്ചിമേഷ്യ മാറുമോ എന്നാണ് ഏവരും ആശങ്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.